വിവാഹ നിശ്ചയത്തിന്റെ അന്ന് നീ കണ്ടതല്ലേ എന്നെ എങ്ങനെയാ ചതിച്ചെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നീയും ഗോപാലമാമനും അല്ലേ. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ? ശത്രുക്കളെ നിസ്സാരക്കാരല്ലല്ലോടി, അതുകൊണ്ട് പറഞ്ഞതാ. മോൾക്കുട്ടി, എനിക്ക് ഒരമ്മയേ ഉള്ളൂ. ദേ അത് ഈ ഇരിക്കുന്ന അമ്മയാ. പക്ഷെ ഇന്നിറങ്ങിപ്പോയ നവീന്റെ കണ്ണുകളില് ഞാൻ അങ്ങനെ ഒരു തീരുമാനം കണ്ടിട്ടില്ല. നവീൻ എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കട്ടെ. അവരെ വീടിന്റെ വെളിയിൽ ഇറക്കി വിട്ടാ ആ നിമിഷം ഞാൻ തിരിച്ചു ചെല്ലും. ഈ വാശി ഒന്ന് കളമോളെ. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നിന്റെ ഈ വാശി അങ്ങ് അവസാനിക്കും. അപ്പൊ നവീനെ കുറിച്ച് ഓർത്ത് വേദനിക്കാൻ തുടങ്ങും, കരയാനും തുടങ്ങും. നവീനും സുമിത്രയൊക്കെ വേറെ എന്തെങ്കിലും തീരുമാനം എടുത്താല് ഇന്ന് അവരിറങ്ങി പോകുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. അത് മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. നവീൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നവീൻ എന്നെ തേടി വരും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നവീൻ നടപ്പിലാക്കുകയും ചെയ്യും. എന്താ മോളെ നീ പറയുന്നത്? അത് അവരുടെ കുടുംബകാരിയല്ലേ? അവരുടെ കുടുംബം മാത്രമല്ല, ഞാൻ ജീവിക്കുന്ന കുടുംബം കൂടിയാ. അത് മറക്കരുത്. ഗാഥ ശ്രീനിവാസന് ഒറ്റ തീരുമാനമേ ഉള്ളൂ മമ്മി, അത് മാറില്ല. അല്ല, അമ്മ എവിടെ? അമ്മ കിടക്ക. ആ, വേണമെങ്കിൽ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഒരുപാടുണ്ടല്ലോ മോളിക്കുട്ടി. പിന്നെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റേ ടയറും വെച്ച് ഞാൻ ഇങ്ങോട്ട് ഉന്തി കൊണ്ടുവന്നതാ. തൽക്കാലം ആവശ്യത്തിനുള്ളതൊക്കെ ഇല്ലേ? ഉണ്ട്. മോളെ, ഒരു കാര്യം ചെയ്യാം. ഭക്ഷണമൊക്കെ ഞാൻ വെച്ചോളാം. കൊള്ളാം. അമ്മയോട് ആരെ പെണീറ്റ് വരാൻ പറഞ്ഞേ? കിടന്നിട്ട് എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. അമ്മയൊന്ന് ഇങ്ങോട്ട് വന്നിരുന്നേ. അമ്മ ഒരു കാര്യം ചെയ്യും, സമാധാനായിട്ട് ഇവിടെ ഇരിക്കും. പക്ഷെ ഇതിൽ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾ 2 പെൺകുട്ടികൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കൃഷ്ണേ, ഇനി എന്താ നീ ഉദ്ദേശിക്കുന്നേ? അറിഞ്ഞൂടാ. സത്യത്തില് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഇപ്പൊ ഈ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ സിത്താര മാഡം കൂടി ഒന്ന് അറിയേണ്ടതല്ലേ? നിന്നെ പ്രസവിച്ച അമ്മയല്ലേ? ഒരു മോൾക്ക് മാത്രം എല്ലാം കൊടുത്ത് അവരങ്ങനെ സുഖിക്കുന്നത് ശരിയാണോ? നീ ഇപ്പൊ ഈ നടത്തുന്ന പോരാട്ടത്തില് നിനക്ക് കൂട്ടു നിൽക്കാനെങ്കിലും അവര് വരേണ്ടതല്ലേ? അമ്മയായിട്ടായാലും നീ അവരെ സഹായിച്ചതിന്റെ പേരിലായാലും. വേണ്ട മോളിക്കുട്ടി, ഇനി ഒരു സഹായം ചോദിച്ച് സിത്താര മേഡത്തിന്റെ അടുത്തേക്ക് ഞാൻ പോവില്ല. അമ്മ എന്നെയും കൊണ്ട് മേഡത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നതാ. എന്നെ പ്രസവിച്ചത് മേഡാണെന്ന് അവരുടെ മുന്നിൽ സത്യം ചെയ്ത് പറഞ്ഞല്ലേ. അമ്മ എന്നെ അന്ന് അവിടുന്ന് ഇറക്കി വിടുമ്പോ പറഞ്ഞ വാക്കുകള് എന്റെ മനസ്സിലിതേ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ എല്ലാരും കൂടെ ചേർന്നുണ്ടാക്കിയ കഥയാണെന്നാ പറഞ്ഞത്. അങ്ങനൊരാള് ഇപ്പൊ ചെന്നാ എന്തായിരിക്കും പറയാ? വിവാഹ നിശ്ചയത്തിന്റെ അന്ന് നീ കണ്ടതല്ലേ എന്നെ എങ്ങനെയാ ചതിച്ചെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നീയും ഗോപാലമാമനും അല്ലേ. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ? ശത്രുക്കളെ നിസ്സാരക്കാരല്ലല്ലോടി, അതുകൊണ്ട് പറഞ്ഞതാ. മോൾക്കുട്ടി, എനിക്ക് ഒരമ്മയേ ഉള്ളൂ. ദേ അത് ഈ ഇരിക്കുന്ന അമ്മയാ. സീതാരാം മേഡത്തിന്റെ മുന്നിലേക്ക് ഇനി ഞാൻ പോയാ ഈ അമ്മയെ ഞാൻ തള്ളി പറയുന്നതിന് തുല്യായിരിക്കും. ചത്താലും ഞാനത് ചെയ്യില്ല. ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും ദൂരം സഞ്ചരിച്ചത്. ചത്തുപോകുന്ന അവസ്ഥകള് പലപ്പോഴും ഞങ്ങളുടെ മുന്നിലുണ്ടായിട്ടും ഞങ്ങൾ ഇതുവരെ ജീവിച്ചില്ലേ. ഇനി ഞങ്ങൾ ജീവിക്കും.
പിന്നെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഗോപാലമാമൻ എവിടെയാണെന്ന് കണ്ടെത്തണം. എന്നെ അമ്മയും ഇത്രയും സ്നേഹിച്ച ഒരാൾക്ക് ഒരാപത്തും പറ്റാൻ പാടില്ല. ഏയ്, എന്നെ കൊണ്ടാവുന്ന സഹായങ്ങള് ഞാൻ ചെയ്യാടി. പക്ഷേ ശ്രീനിവാസൻ സാറിനെ ഇറക്കുന്ന കാര്യത്തിലൊക്കെ പണം ഒരുപാട് വേണ്ടി വരും. വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അറിയാവുന്ന ജോലി ചെയ്യണം. തൽക്കാലം എനിക്ക് തോന്നുന്നത് ലോട്ടറി വിൽപ്പന വീണ്ടും ആരംഭിച്ചാലോ എന്നാ. നമ്മുടെ കവലയിൽ തന്നെ. അത് നല്ലതാടി. നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നാട്ടുകാരുടെ നടുവിൽ തന്നെ നമുക്കുണ്ടാവുകയും ചെയ്യാം. എന്താ അമ്മ? അമ്മ ഇവൾക്ക് കുറച്ച് ധൈര്യം കൊടുക്ക്. അമ്മയുടെ പിന്തുണയുണ്ടെങ്കിൽ ഇവൾ എന്ത് ചെയ്തോളും. എന്റെ മോൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണമെന്ന് തന്നെയാ എന്റെ മനസ്സിലും. നടത്തും അമ്മേ. നടത്താൻ തന്നെയാ നമ്മുടെ തീരുമാനം. ചിലര് നമ്മളെ ചതിച്ചിട്ടുണ്ടാവും. പക്ഷെ പലരും നമ്മുടെ കൂടെയുണ്ട്. ദേ, ഇവളടക്കം എന്റെ കൂടെപ്പറപ്പിനെ പോലെ. ഇനി വിട്ടുകൊടുക്കാൻ വയ്യ. ഒന്നും വിട്ടുകൊടുക്കാൻ വയ്യ. മേഡം, എന്താ മൂർത്തി? ഇറക്കി വിട്ടവര് ഈ നാട് വിട്ട് പോയിട്ടില്ല മേഡം. അവരെ ആ ദുബായിയുടെ വീടിന്റെ പൂട്ട് പൊളിച്ച് അതിനകത്ത് കയറി താമസമുറപ്പിച്ചിരിക്കുക. എല്ലാത്തിനും കൂട്ട് ആ ഓട്ടോക്കാരിയാ മോളിക്കുട്ടി. അവളവിടെ താമസിക്കാൻ പാടില്ല മൂർത്തി. അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല. നാട്ടുകാർ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. അറിയാലോ, അനിയൻ കുഞ്ഞിനോട് അവർക്കുള്ള സ്നേഹം. അനിയനു വേണ്ടി ചാകാൻ പറഞ്ഞ ചാകാൻ തയ്യാറുള്ളവരാ. എനിക്കറിയാം മേഡം. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ഈ നാട്ടുകാരുടെ സ്നേഹം അവളും പിടിച്ചു പറ്റിയിട്ടുണ്ട്. അനിയൻ കുഞ്ഞിന്റെ മകളാണെന്നുള്ള പരിഗണന വെച്ച് ഈ നാട്ടുകാർ തെണ്ടികളൊക്കെ അവളുടെ കൂടെ കൂടിയാല് ചിലപ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്കത് ദോഷാണ് മൂർത്തി. ഇന്ന് രാത്രി തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അല്ല മേഡം, രാത്രി വരെ കാക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ പോയി അടിച്ചിറക്കിയാലോ? അത് വേണ്ട. പകലൊരു ബഹളം നടന്നാലേ ആളുകൂടും. കൂടുന്നവരിൽ ഭൂരിഭാഗവും അവളെ ന്യായീകരിക്കുന്നവരായിരിക്കും. പാതിരാത്രി അമ്മയ്ക്കും മോൾക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവണം. ഇറങ്ങി ഓടണം, ഒരു തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ. അതാ താൻ ചെയ്യേണ്ടത്. ആ ടാർസൻ, അവനെ അയക്കാം. ഇരുട്ടിൽ അവനാ ബെസ്റ്റ്. ഏത് ചെകുത്താനെ വേണമെങ്കിലും അയച്ചോളൂ. കാര്യം നടന്നിരിക്കണം. നാളെ നേരം വെളുക്കുമ്പോ ഈ ഗ്രാമത്തിൽ അവളും അവളുടെ അമ്മയും ഉണ്ടാവാൻ പാടില്ല.